ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി അരച്ചിക്കാണ്ട് തേങ്ങയും ജീരകമൊക്കെ ചേർത്തുകാണ്ട് ഓട്ടട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഓട്ടട ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ഗ്യാസുമേലാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായി കിട്ടിയില്ല. അപ്പോൾ ഗ്യാസ് നോക്കണതിനെക്കാട്ടിയും ഉഷാറായി കിട്ടുന്ന അടുപ്പ് കത്തിച്ചിട്ടുണ്ടാക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് നോമ്പാണ്, പിന്നെ കാക്കും കുട്ടികൾക്കും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതുണ്ടാക്കുന്ന നേരത്തെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുപ്പത്ത് കത്തിച്ചുണ്ടാക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് അടുപ്പൊക്കെ കത്തിച്ചിക്കാണ്ട് നമ്മളിതാ ഓട്ടടൊക്കെ ചുട്ടെടുക്കുകയാണ്. പച്ചരി രാത്രിയിലാണ് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ അരച്ചെടുക്കുമ്പോൾ നല്ല ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് ഓട്ടട നന്നായി കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അറിയണതാണ് ഈ കാര്യം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമോയെന്ന് അറിയില്ല, ഞാൻ ഉണ്ടാക്കലില്ല. പൊടി വെച്ചിട്ട് ഓട്ടട ഉണ്ടാക്കലില്ല. പിന്നെ ഇതിക്ക് കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിക്ക് ഈ പച്ചരി അരക്കണ സമയത്ത് കുറച്ച് ചോറും അതുപോലെ തേങ്ങ നമ്മൾ അരക്കുമ്പോൾ ചേർക്കണില്ല കേട്ടോ. അരക്കുമ്പോഴും ചേർക്കണവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ചുടുവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചിങ്ങാണ്ട് ഒന്നിങ്ങോട്ട് കലക്കിയെടുത്തുകൊണ്ട് പിന്നെ അതിക്ക് തേങ്ങയും ജീരകമൊക്കെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അതിൽ പാകത്ത് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് അരച്ചെടുക്കുക. പിന്നെ ഇത് ഈ കറിയില്ല അങ്ങനെ തന്നെ ഇതിങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ തീരെ ഉണ്ടാക്കലില്ല ഇന്നില്ല കേട്ടോ ഓട്ടട. ഇപ്പോൾ അടുത്തായിട്ട് 2 ദിവസമാണ് ഓട്ടട ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 ദിവസം 3 ദിവസമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. കാരണം എന്താണ് ആദ്യമൊക്കെ തീരെ പറ്റൂല ഇന്ന് ഓട്ടട എന്ന് പറയുമ്പോൾ അത് പറ്റൂല ഇന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം അതുപോലെ തേങ്ങ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കറിയൊന്നുമില്ലാതെ തന്നെ അത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്ക് എന്ത് കടി ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ എനിക്കൊരു കറി വേണം. അപ്പോൾ ഞാൻ പറയും ഇതിലേക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. കറി ഉണ്ടാക്കേണ്ട മടി വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ അവർക്ക് പറ്റൂല, അവർക്ക് കറി വേണം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് ഇനി കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഇത് ഉണ്ടാക്കുകയാണ്. കുറച്ച് വൈകിട്ട് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് കത്തിക്കണ സമയത്ത് തന്നെ കുറച്ച് വൈകിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതാ മോള് നീച്ചത് നിൽക്കണം. മോളതാ അപ്പുറത്ത് വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിക്ക് ഓലക്കൊടി കൊണ്ടൊക്കെ മീൻ പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിടിച്ച് പറഞ്ഞിങ്ങാണ്ട് അത് ഓലക്കൊടി അത് അതിലിങ്ങനെ വെള്ളത്തിലിങ്ങനെ ആക്കാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ആട്ടുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകുന്നൊക്കെ പറയണം. അപ്പോൾ നല്ല മഴയായിരുന്നു. മഴ ഇപ്പോൾ ഒന്ന് നിന്ന സമയമായിരുന്നു. അപ്പോൾ മഴ ഇങ്ങനെ ഇടയ്ക്ക് നല്ല ഓവറാവും, പിന്നെ ഒന്നും ഇങ്ങോട്ട് നിൽക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ മെഷീനിൽ ഞാൻ ഇന്നലെ തിരുമ്പിയതുണ്ട്, അവിടെ തന്നെ എടുക്കണം കേട്ടോ. പിന്നെ കാരണം പുറത്തേക്കൊന്നും ഇടാൻ പറ്റണില്ല. പിന്നെ അകത്താണെങ്കിൽ ഉള്ളതൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ വെച്ച്. പിന്നെ ബക്കറ്റിൽ കുറച്ച് തിരുമ്പാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അകത്തും ഇറത്തൊക്കെ ഉണ്ടായിരുന്നു. എടുത്തുകൊണ്ട് ഇതാ ഒരു വെയിലും വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുറ്റും അടിച്ചു വരി എടുത്തിട്ട് അപ്പോൾ മോളുവിനെ ചീത്തൊക്കെ പറഞ്ഞ് ഒരു ഒരക്കൊടി വേങ്ങി ഒരു അടിയൊക്കെ കൊടുത്തപ്പോൾ ഓൾ അവിടെ തെറ്റിപ്പോയി കിടക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ കളിച്ചിട്ടും പുറത്തേക്ക് ഞാൻ അടിച്ചു വരുമ്പോൾ പുറത്തേക്ക് വന്നിട്ടൊക്കെ. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞതൊന്നും പറ്റിയിട്ടില്ല. ഓൾ അവിടെ തെറ്റിയിട്ട് പോയി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തെറ്റിയിട്ടായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അവിടെ കിടന്നോ എന്നൊക്കെ ഞാൻ ഓളോട് പറയാണ്. കാരണം ഈ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മഴ ചാറുമ്പോൾ അത് കൊണ്ടിട്ട് ഇപ്പോൾ ഒരു പനിയാണ്. പനിയൊന്നും മാറിന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ജലദോഷം തന്നെ എപ്പോഴും കൊണ്ട് നന്നായിട്ട് മാറിയിട്ടില്ല, ചുമ ഒന്നും. അപ്പോൾ പിന്നെയും ഇങ്ങനെ അസുഖം വരികയല്ലേ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് മണ്ടിച്ചതാണ്. പിന്നെ അതാ കുറച്ച് മീനുണ്ടായിരുന്നു, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ മീൻ കുറച്ച് കറി വെക്കുന്നുണ്ട്, മുളക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ മുളക് ഇടുന്നതും ഇതൊക്കെ ഒരു മുളക് കൂട്ടാൻ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് ലീവാക്കി എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വീഡിയോ ഇടലുള്ളൂ. അപ്പോൾ ഇമ്മൊന്നും വല്ലാതെ ഇതൊന്നും കയറണമൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചങ്ങാണ്ട് ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഇത് മീൻ ഞാൻ കുറച്ച് എണ്ണയിലാട്ടോ വെള്ളം വറ്റിച്ചിട്ട് വലിക്കാനാണ് ഇവിടെയൊക്കെ പറയൽ കേട്ടോ. മീൻ പൊരിച്ചത് കഴിക്കൂല. അപ്പോൾ ഞാൻ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലോ പൊരിച്ചതായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണം ആക്കണ്ടേന്ന് വിചാരിച്ചുകൊണ്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് മൂടിയിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ നന്നായിട്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. അതുപോലെ പിന്നെ ഇങ്ങോട്ട് മൊരിഞ്ഞതിന് ശേഷം ഒന്നും കൂടി മൂടിയിട്ട് കൊടുക്കും. അല്ലാതെ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് ഊറ്റിയെടുത്ത് പൊരിച്ചെടുക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ പറ്റൂല കേട്ടോ. പിന്നെ കുറച്ച് പയറുപ്പേരി ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ല മഴയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് പെയ്തിട്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു വെയിലും വെളിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് പിന്നും മഴ വരിക. അപ്പം ഞാൻ മോളുവിനൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ അത് മോള് ഇതാ തെറ്റിയിട്ട് ഇവിടെ വന്ന് കിടന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുറവായിക്കണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ വൈകുന്നേരത്തിനുള്ള വിശേഷങ്ങൾ അപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല, ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്.
അപ്പോൾ ഇങ്ങനെ പെട്ടെന്നാണ് കേട്ടോ ഞാനൊരു 4 മണിക്ക് മോളുവിൻ്റെ ഒപ്പം കിടന്നതാണ്. അങ്ങനെ കിടന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ നീച്ചത് ഒരു 5 മണിക്കാണ് അപ്പോൾ നീക്കണത്. അപ്പോൾ നീച്ചപ്പോൾ അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അസർ നിസ്കരിച്ചിങ്ങാണ്ട് പിന്നെ ഇനിയിപ്പോൾ ചോറ് തിന്നുകയാണെങ്കിൽ ചീര ഉണ്ടാക്കാമെന്നൊക്കെ താളിപ്പ് ഉണ്ടാക്കിയിട്ട് ചോറ് തിന്നാമെന്നൊക്കെ കരുതിയതാണ്. പിന്നെ ഒക്കെ ഇങ്ങനെ തോന്നി എന്തെങ്കിലും കടി ഉണ്ടാക്കിയ കുട്ടികൾക്കും ഒരു സന്തോഷമാണ്. ഈ കാരണം കുട്ടികൾക്കും വൈകുന്നേരം നേരത്തെ എന്തെങ്കിലും കിട്ടുമ്പോൾ പക്ഷെ അവർക്ക് നോമ്പൊന്നുമില്ല. എന്നാലും ഈ നമുക്ക് നോമ്പുണ്ടാകുമ്പോഴും ഉണ്ടാക്കിയ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നോമ്പറക്കാൻ കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ നമ്മൾ മിനിഞ്ഞാന്ന് ഉണ്ടാക്കി. അപ്പോൾ അതിന് കുറച്ച് 4 കഷ്ണം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എടുത്തുകൊണ്ട് ഒരു ഉള്ളിൻ്റെ ഒരു കഷ്ണം എളുപ്പം വാട്ടി തക്കാളി ഇട്ടുകൊണ്ട് അതിക്ക് ചിക്കൻ ഇട്ടുകൊണ്ട് അടുപ്പത്തണ്ട് വെച്ച് കൊടുത്തിട്ട് അതിക്കുള്ള പൊടികളൊക്കെ ഇട്ടുകൊണ്ട് പൊടികൾ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തത് ഇട്ടുകൊണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തത്. പിന്നെ തേങ്ങ കുറച്ച് വറുത്തുങ്ങാണ്ട് എളുപ്പം ചൂടാറാൻ വെച്ചിരുന്നു. അതുകൊണ്ട് അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരം വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് 5:30 5:45 ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പത്തിരി അമർത്തുക ചുടുക അങ്ങനെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് കരിഞ്ഞ് പോകുന്നുണ്ട്. ഇക്കാണെങ്കിൽ അമർത്തി ചുടുന്നത് ഇഷ്ടമല്ല, അങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ചുട്ടതിന് ശേഷം വിചാരിച്ച് ഈ കറി കണ്ടായപ്പോൾ ഒന്നിങ്ങോട്ട് പരത്തട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മോളാണെങ്കിൽ ഉറങ്ങി നീച്ച് വന്നിട്ട് ഓളിങ്ങനെ ഓരോന്നിനും വാശി പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതൊന്നും ഇങ്ങോട്ട് അമർത്തി കാട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് പിന്നെ സന്തോഷമായിട്ട് ഓളോട് വന്നിരുന്നിട്ട് അങ്ങനെ പറയുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പൊടി എടുത്തുകൊണ്ട് ഒന്ന് അമർത്തി തരാൻ അപ്പോൾ കൈയൊക്കെ കഴുകി കൊടുത്തുകൊണ്ട് എന്താണ് അവിടെ ഇരുത്തിക്കാൻ ഇട്ട്. അപ്പോൾ ഓളിങ്ങനെ അമർത്തി തന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ പരത്തി എടുത്തുകൊണ്ട് ഇതാ ഇങ്ങനെ ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഓരോന്നിനാണ്ടും കൊണ്ടൊക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പത്തിരി കരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പത്തിരി കേട്ടോ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഒറ്റ പൊള്ളനായിട്ട് ആയിട്ടുണ്ട് പുള്ളി വന്നത്. കാരണം ചുടുമ്പോൾ നന്നാക്കി ചുട്ടാൽ ഒറ്റ പൊള്ളനായിട്ടൊക്കെ പൊള്ളും. പക്ഷേ ഇത് മാവൊക്കെ നല്ല ഉഷാറായിരിക്കണം കേട്ടോ. കാരണം നല്ല വെന്തിട്ടും കണ്ട് ഇതാണ് നല്ല വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ പൊടി ഇട്ട് കൊടുത്ത് എല്ലാം കണ്ട് വേവിച്ചെടുത്താൽ പൊടി എല്ലാം ഉഷാറാവും. അപ്പോൾ ഞാൻ ലാസ്റ്റ് 2 എണ്ണം ചൂടാണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കാണ്ടിരിക്കുമ്പോൾ ഇതിന് നേരെ ഇങ്ങനെ പോവുമല്ലോ. അപ്പോൾ ഇതിന് മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ഈത്തപ്പഴം എടുത്തുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നോമ്പൊക്കെ തുറന്ന് അപ്പോൾ ബാക്കിയുള്ള 2 പത്തിരിയും കൂടി ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞിന്ന് എന്തെങ്കിലും പൊറോട്ട വേണമെങ്കിൽ കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞിന്ന് വേണ്ടാക്ക് ചോറ് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ പൊറോട്ട വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ വിളിച്ചിട്ട് ചോദിച്ച് പൊറോട്ട വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്നാൽ ഒരു 4 കൊടുന്നോളി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒരു വന്നപ്പോഴാണ് ഈ പത്തിരി ഉണ്ടാക്കിയത് കാണുന്നിട്ട്. അപ്പോൾ ഒരത്ഭുതപ്പെട്ടിക്കണം. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കണില്ല എന്നൊക്കെ പറഞ്ഞാലേ അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് ഒരു പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചാലും മക്കളെ ആലോചിച്ചിട്ടാട്ടോ. മക്കൾ ഇനി ചായക്കൊന്നുമില്ല യാതൊരു ദിവസവും എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതാട്ടോ. അപ്പോൾ നമുക്ക് നോമ്പുണ്ടായാലും ചായയും കടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഓർക്കൊരു ഇതാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പൊറോട്ട അതാ ഭയങ്കര ചൂട് കേട്ടോ. കല്ലുമ്മന്ന് എടുത്ത പാടാണല്ലോ. നോമ്പായ കാരണം പൊറോട്ടയ്ക്ക് നല്ല ആളാണെന്ന് അറിയണം അവിടെ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് അപ്പോൾ ഞാൻ ആ പത്തിരിയൊക്കെ ചുട്ടെടുത്ത് ചിങ്ങാണ്ട് എളുപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം കുടിച്ച് ആ ഈത്തപ്പഴം തിന്നുങ്ങാണ്ട് നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് കൊടുന്നത് കേട്ടോ. അപ്പോൾ കൊടുന്നപ്പോൾ ഇതൊന്ന് എടുത്ത് വെക്കാൻ വെച്ചാൽ അത്രക്കും ചൂട്. അപ്പോൾ കവറിൽ നിന്ന് എളുപ്പം കണ്ട് എടുത്ത് ഒഴിവാക്കിയാണ് കേട്ടോ നമ്മൾ ചൂടുള്ള കവറിൽ നിന്ന്. അപ്പോൾ അത് അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കെ വിചാരിച്ച പോലെയല്ല, വിചാരിച്ച മാതിരി ഒന്നുമല്ല കേട്ടോ നടക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കലൊന്നും പ്രതീക്ഷിക്കാതെ കേട്ടോ ഓരോന്ന് നടക്കുക. അപ്പോൾ നോമ്പ് നോറ്റ അവസ്ഥ ഭയങ്കരമായിരുന്നു. പിന്നെ അങ്ങനെ ഞാനവിടെ ഉറങ്ങിപ്പോവുകയും ചെയ്ത് നേരം വെക്കുകയും ചെയ്ത്. ഞാനും മോള് നല്ല ഉറക്കം ഉറങ്ങി. മോള് നീച്ചത് 5:30 6 മണിയാവാൻ നേരത്തായിട്ട് ഓള് നീച്ചിക്കണത്. ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ചായ കുടിക്കാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ നിന്നപ്പോൾ ഇതിന് ശേഷം വാങ്ങി കൊടുത്തിട്ടോ. അപ്പോൾ ഇതാ ഓളിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ട് ആണ്ടും കൊണ്ടിട്ട് ഇങ്ങനെ കളിക്കണം. അപ്പോൾ ഞാൻ പറയണം ഇതിങ്ങനെ കുറച്ച് കരിഞ്ഞ് പോയി ധൃതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയ കാരണം എന്നൊക്കെ പറയണം. അപ്പോൾ ഒക്കെ പറയണം ആ സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ കട്ടൻ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ധൃതിയിലാണെങ്കിലും കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ. പിന്നെ നമ്മളൊരു പൊറോട്ടയൊക്കെ എടുത്ത് 2 പത്തിരിയൊക്കെ എടുത്തുകൊണ്ട് കഴിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇത്രയും കിട്ടാത്തവരില്ലേ നമ്മളെ ഭൂമിയിൽ. എപ്പോഴും നമ്മൾ വേണ്ടത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ആർക്കും മാറാരോഗമൊന്നും തരലേ എന്നുള്ളതാണ്. വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടാണോ അതെ ചെയ്യാതിരിക്കുക എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്കൊക്കെ കുറവാണ്. വീഡിയോക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ കേട്ടോ നമ്മളെ വീഡിയോ മറ്റുള്ളവരേക്ക് എത്തിപ്പോവുള്ളൂ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.